മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് 3 ശീർഷകങ്ങളാണുള്ളത്. പിടിക്കപ്പെട്ട വ്യഭിചാരിണി, യേശു ലോകത്തിൻ്റെ പ്രകാശം, യഹൂദർക്ക് മുന്നറിയിപ്പ്. യേശു അതിരാവിലെ ഒലിവ് മലയിൽ നിന്ന് ദേവാലയത്തിലേക്ക് പോയി ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും പിടിക്കപ്പെട്ട ഒരു വ്യഭിചാരിണിയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അഭിപ്രായം തേടുകയുമാണ്. എന്നാൽ യേശു അത് വകവയ്ക്കാതെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതുകയായിരുന്നു. അവർ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ യേശു ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു എന്നാണ് വചനഭാഗം പറയുന്നത്. സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ഇല്ല കർത്താവേ എന്നവൾ മറുപടി പറയുന്നു. അവസാനം യേശു അവളോട് പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. തുടർന്ന് യേശു ഒരു പ്രസ്താവന നടത്തുകയാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന്. അപ്പോൾ ഫരിസേയർ ചോദിക്കുന്നുണ്ട്, നീ നിനക്ക് തന്നെ സാക്ഷ്യം നൽകുന്നു, അതുകൊണ്ട് നിന്റെ സാക്ഷ്യം സത്യമല്ല. പക്ഷേ യേശു അതിന് മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്, കാരണം ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. പിതാവ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് യേശു ഇപ്രകാരമാണ് മറുപടി പറയുന്നത്: നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. ദേവാലയത്തിലെ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഇതിനുശേഷം യേശു യഹൂദർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്: നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. നിങ്ങൾ താഴെ നിന്നുള്ളവരും ഞാൻ മുകളിൽ നിന്നുള്ളവരുമാണ്. എന്നെ അയച്ചവൻ സത്യവാനാണ് എന്ന് യേശു പറഞ്ഞതിൽ നിന്ന് പിതാവിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പിതാവ് പഠിപ്പിച്ചതുപോലെയാണ് ഈശോ സംസാരിക്കുന്നത്. പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെയധികം പേർ അവനിൽ വിശ്വസിച്ചു എന്നാണ് തിരുവചന ഭാഗം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ഏത് മലയിലേക്കാണ് പോയത്? ഒലിവ് മല. അടുത്ത ചോദ്യം: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആരൊക്കെ കൂടിയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്? നിയമജ്ഞരും ഫരിസേയരും. അടുത്ത ചോദ്യം: ആരെയാണ് നിയമജ്ഞരും ഫരിസേയരും യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ. യോഹന്നാൻ 8:5 പ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾക്ക് മോശയുടെ നിയമത്തിൽ എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്? കല്ലെറിയണമെന്ന്. അടുത്ത ചോദ്യം: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു ചോദിച്ചത് എന്ത്? സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? യോഹന്നാൻ 8:7 യേശു എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ആരെല്ലാം സ്ഥലം വിട്ടു എന്നാണ് യോഹന്നാൻ 8:9 പറയുന്നത്? മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി. അടുത്ത ചോദ്യം: ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ ഡാഷ് എഴുതിക്കൊണ്ടിരുന്നു, കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അടുത്ത ചോദ്യം: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിനോട് എന്താണ് പറഞ്ഞത്? ഇല്ല കർത്താവേ. തെറ്റുതിരുത്തുക: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് പ്രകാശമുണ്ടായിരിക്കും. ശരിയായ ഉത്തരം: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. നിന്റെ സാക്ഷ്യം സത്യമല്ല, ആര് ആരോട് പറഞ്ഞു? ഫരിസേയർ യേശുവിനോട് പറഞ്ഞു. പൂരിപ്പിക്കുക: നിങ്ങളുടെ വിധി ഡാഷ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഉത്തരം മാനുഷികമാണ്. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്, കാരണം ഡാഷ് എന്നോട് കൂടെയുണ്ട്. ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്.
അടുത്ത ചോദ്യം, യോഹന്നാൻ 8:17 വചനം ഉദ്ധരിക്കുക. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലോ. അടുത്ത ചോദ്യം, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. എന്നാൽ എന്താണ് നിങ്ങൾ അറിയുന്നില്ല എന്ന് യേശു പറയുന്നത്? എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. അടുത്ത ചോദ്യം, എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അധ്യായവും വാക്യവും എഴുതുക. യോഹന്നാൻ 8:18. നിന്റെ പിതാവ് എവിടെയാണ് എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് എന്ത്? നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:20 ആരും അവനെ പിടിച്ചില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. അടുത്ത ചോദ്യം, പൂരിപ്പിക്കുക. നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ ഡാഷ്. നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഡാഷ്. മുകളിൽ നിന്നുള്ളവനും ഈ ലോകത്തിൻ്റേതല്ല. അടുത്ത ചോദ്യം, എന്നിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ് പറയുന്നത്. ഉത്തരം, എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ. അടുത്ത ചോദ്യം, നീ ആരാണ് എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. അടുത്ത ചോദ്യം, ആരാണ് സത്യവാൻ എന്ന് യോഹന്നാൻ 8:26 പറയുന്നത്? എന്നെ അയച്ചവൻ. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:21 അനുസരിച്ച് നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ എങ്ങനെ നിങ്ങൾ മരിക്കുമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ പാപത്തിൽ. അടുത്ത ചോദ്യം, എവിടേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് യോഹന്നാൻ 8:21 പറയുന്നത്? ഞാൻ പോകുന്നിടത്തേക്ക്. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദരുടെ ഇടയിൽ ഉയർന്ന ചോദ്യം എന്ത്? അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അടുത്ത ചോദ്യം, യോഹന്നാൻ 8:27 സമർത്ഥിക്കുക. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചത് എന്ന് അവർ മനസ്സിലാക്കിയില്ല. അടുത്ത ചോദ്യം, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല എന്ന് പറയാൻ കാരണമെന്ത്? ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എന്ത് നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് യേശു പറയുന്നത്. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു എന്നും. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:30 പ്രകാരം ഇത് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:28 അനുസരിച്ച് പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. ഏത് കാര്യങ്ങൾ? നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:20 പ്രകാരം യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ദേവാലയത്തിൽ, ഭണ്ഡാര സ്ഥലത്ത്. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:4 എന്താണ് അവർ യേശുവിനോട് പറഞ്ഞത്? ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. അടുത്ത ചോദ്യം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിയണമെന്ന് ആരുടെ നിയമത്തിലാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഉത്തരം, മോശയുടെ. അടുത്ത ചോദ്യം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? എന്തിനാണ് അവർ ഇങ്ങനെ ചോദിച്ചത്? അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട്. അടുത്ത ചോദ്യം, അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ യേശു എന്ത് ചെയ്യുകയായിരുന്നു? കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:7 പ്രകാരം അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അടുത്ത ചോദ്യം, പൂരിപ്പിക്കുക. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും ഡാഷ് എഴുതിക്കൊണ്ടിരുന്നു. കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യോഹന്നാൻ 8:11 യേശു എന്താണ് അവളോട് പറഞ്ഞത്? ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 6. അടുത്ത ചോദ്യം, യോഹന്നാൻ 8-ാം അധ്യായത്തിലെ 1-ാമത്തെ ശീർഷകം പിടിക്കപ്പെട്ട വ്യഭിചാരിണി. യോഹന്നാൻ 8-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം ഉത്തരം, യഹൂദർക്ക് മുന്നറിയിപ്പ്. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:5 സമാനമായ ഭാഗം നിയമാവർത്തനം 22:22. യോഹന്നാൻ 8:17 സമാനമായ ഭാഗം നിയമാവർത്തനം 17:6.
അടുത്ത ചോദ്യം, യോഹന്നാൻ 8:28 സമാനമായ വചനഭാഗം യോഹന്നാൻ 18:32. എല്ലാവരും നന്നായിട്ട് തന്നെ ലോഗോസിനും വെരിറ്റാസ് ക്വിസിനും വേണ്ടി ഒരുങ്ങുക. നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.